ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ സദ്വാർത്ത പരമ്പരയുടെ 83-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഉയർപ്പിന് ശേഷമുള്ള 5-ാം ഞായറാഴ്ചയാണ് നാം ആചരിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനഭാഗമാണ്. ഈ വചനഭാഗത്തിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് നമുക്ക് അല്പമായി ഇറങ്ങിച്ചെല്ലാം. യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവിടുത്തെ സ്വർഗാരോഹണവും പെന്തക്കോസ്തിയും കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വളരെ അർത്ഥവത്താണ്. പ്രത്യാശയുടെ ചിന്തകൾ തരുന്ന വേദഭാഗമാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം ഭാഗമായ മഹത്വത്തിന്റെ പുസ്തകത്തിൽ യേശുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. പീഡാനുഭവവും മരണവും ഉത്ഥാനവും യേശുവിന്റെ മഹത്വീകരണത്തിന്റെ വിവിധ നാഴികക്കല്ലുകളാണ്. ഒരു സംഭവത്തിന്റെ വിവിധ സംഭവങ്ങളായിട്ട്, വിവിധ ഘട്ടങ്ങളായിട്ട് ഈ സുവിശേഷ ഭാഗത്ത് നാം അത് കാണുന്നു. യേശു മരിച്ചു, യേശു ഉയർത്തു, യേശു സ്വർഗാരോഹണം ചെയ്തു. യേശുവിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിൽ തുടരുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് താൻ നമ്മോടൊപ്പം തുടർന്ന് ആയിരിക്കും. യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനം മഹത്വീകരണത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കുരിശ് മഹത്വമാണ് എന്നുള്ള യോഹന്നാന്റെ ചിന്തയാണ്. കുരിശ് കർത്താവിന്റെ ഉയർപ്പിന് പ്രത്യേകമായി കളമൊരുക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ഉം 16-ഉം അധ്യായങ്ങൾ പരിശുദ്ധാത്മ ശാസ്ത്രം അവതരിപ്പിക്കുന്ന അധ്യായങ്ങളാണ്. ഈ വേദഭാഗത്തിന്റെ ഇന്നത്തെ ഈ വേദഭാഗം നാം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുമ്പും പിൻപുമുള്ള വേദഭാഗങ്ങൾ നാം മനസ്സിലാക്കണം. 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനഭാഗത്തിന്റെ മുമ്പുള്ള വേദഭാഗം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശുദ്ധ യോഹന്നാൻ പഠിപ്പിക്കുന്നതാണ് ഈ വേദഭാഗത്തുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മ ശാസ്ത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനമായും 14-ഉം 16-ഉം അധ്യായത്തിലുള്ളത് എന്ന്. 16-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞ് കഴിയുമ്പോൾ യേശു പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. അതേ തുടർന്ന് വരുന്ന ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. മരണം മൂലം യേശു ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി എന്ന് നമുക്ക് തോന്നിയാലും പുനരുത്ഥാനം വഴി, സ്വർഗാരോഹണം വഴി, പരിശുദ്ധാത്മദാനം വഴിയായിട്ട് അവിടുന്ന് വീണ്ടും നമ്മോടൊപ്പം ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം യേശുവിന്റെ പ്രവർത്തനത്തിന് തുടർച്ചയാണ്. യേശു പ്രവർത്തിക്കാത്തതൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. യേശു പഠിപ്പിച്ചതും യേശു പ്രവർത്തിച്ചതും അതിന്റെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയ ഒരു ദൗത്യമാണ് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, സത്യം എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. യേശു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും എന്ന് തൻ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ആ പോക്ക് പിതാവിന്റെ അടുക്കലേക്കാണ്. വീണ്ടും അവിടെ തിരിച്ചു വന്ന് നമ്മയും കൂട്ടി
ശിഷ്യന്മാരെയും കൂട്ടി പിതാവിന്റെ അടുക്കിലേക്ക് പോകും എന്നുറപ്പ് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഈ ലോകത്തിൽ നിന്നുള്ള യേശുവിന്റെ കടന്നുപോകൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കലാണ്. യേശു കടന്നുപോയി കഴിയുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിന്റെ പ്രവർത്തനത്തിന് തുടർച്ചയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. യേശുവിന്റെ ഈ തിരുവചനം നാം മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നുള്ള ആ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുക. യേശുവിന്റെ ഈ ലോകം വിട്ടുള്ള പിതാവിന്റെ പക്കലേക്കുള്ള യാത്ര ആവർത്തിച്ചു പറഞ്ഞ് അവരെ യേശു തന്റെ ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോകലിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനഭാഗവും 16-ാം അധ്യായം 7-ാം തിരുവചനവും 16-ാം അധ്യായം 28-ാം വാക്യവും സ്വർഗത്തിലേക്കുള്ള യേശുവിന്റെ യാത്ര പരാമർശിക്കുകയാണ്. സ്വർഗാരോഹണത്തെ നോക്കിപ്പാർക്കുന്ന ഒരു സമൂഹം അടുത്തയാഴ്ച നാം സ്വർഗാരോഹണ തിരുനാള് ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഈ സ്വർഗാരോഹണത്തിന്റെ, യേശുവിന്റെ സ്വർഗാരോഹണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചിന്തിക്കുമ്പോൾ 16-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണ് എന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പിതാവിന്റെ പക്കലേക്കുള്ള യേശുവിന്റെ യാത്രയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അതുപോലെ തന്നെ വീണ്ടും അവൻ തിരിച്ച് വന്ന് അവരെ കാണുമെന്നുള്ള ആ വാക്യം, അതിന്റെ പൊരുള് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ദുർഗ്രഹമായി തീരുന്നു. എന്താണ് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു പറയുന്നത് വഴി അർത്ഥമാക്കുക? യേശുവിന്റെ മരണത്തെ കുറിച്ച് യേശു ഈ സംഭാഷണത്തിൽ അവതരിപ്പിക്കുകയാണ്. യേശു ലോകം വിട്ട് പോകും, താൻ ക്രൂശിക്കപ്പെടും, താൻ തന്റെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവിടുന്ന് മരിക്കും എന്നുള്ള ആ സത്യം യേശു അവരെ അറിയിക്കുകയാണ്. അതിന് കാലതാമസമില്ല, അത് അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് തുടർന്ന് പറയുന്നത് അവിടുന്ന് 3-ാം ദിവസം ഉയർക്കും എന്നുള്ളതിന്റെ അറിയിപ്പാണ്. അത് അതിനുശേഷം യേശു താൻ തന്റെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് തന്റെ സഭയില് ശിഷ്യന്മാരോടൊപ്പം നിരന്തരം വസിക്കും എന്നുള്ള ആ സത്യം കൂടി അവിടുന്ന് വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ എന്നുള്ള പരാമർശം വഴി അർത്ഥമാക്കുന്നു. അപ്പോൾ ഇവിടെ അല്പസമയം, വീണ്ടും അല്പസമയം എന്നതുകൊണ്ട് ഒന്ന് മരണത്തെയും രണ്ടാമത്തേത് പുനരുദ്ധാനത്തെയും പരാമർശിക്കുകയാണ്. ഇപ്രകാരം യേശുവിന്റെ മരണവും ഉത്ഥാനവും ഒരു സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ശിഷ്യഗണം യേശുവിന്റെ പീഡാനുഭവത്തിലേക്ക് കടന്നു വരണം, അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ മഹത്വത്തിന്റെ പുസ്തകത്തിന്റെ പ്രാരംഭത്തിലുള്ള ദീർഘമായ യേശുവിന്റെ സംഭാഷണത്തിന്റെ പൊരുൾ. യേശുവിന്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മദാനവും ഒക്കെ രക്ഷാകര സംഭവത്തിന്റെ വിവിധ ഘടകങ്ങളാണ്. അതൊരു സംഭവമാണ്, മഹത്വീകരണത്തിന്റെ വിവിധ നാഴികക്കല്ലുകളാണ്, ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ്. അവിടുത്തെ മരണം ഒരു വലിയ വേർപാടല്ല, ആ ഉത്ഥാനവും സ്വർഗാരോഹണവും അരൂപയിലുള്ള തന്റെ സാന്നിധ്യവും കാലതാമസം കൂടാതെ നടക്കുന്ന ഒന്നാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഇവിടെ നാം
കാണുന്ന ഒരു വസ്തുതയുണ്ട്. യേശു അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. യേശു ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അത് തന്റെ ശിഷ്യഗണത്തിന് വലിയ ഒരു ആഘാതമായിരിക്കും എന്നുള്ളത് യേശു മനസ്സിലാക്കി അവരോട് പറയുകയാണ്, നിങ്ങൾ കരയും വിലപിക്കും എന്റെ വേർപാടിൽ, പക്ഷെ ലോകം സന്തോഷിക്കും. തന്റെ പ്രതിയോഗികള്, എതിരാളികള്, തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവര് കർത്താവിന്റെ ഈ മരണത്തിൽ സന്തോഷിക്കും. ലോകത്തിന്റെ ചിന്തയല്ല നിങ്ങളുടേത് എന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ദുഃഖം വേഗം സന്തോഷമായി മാറും എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സത്യസത്യമായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 25 പ്രാവശ്യം ഇപ്രകാരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ട്രൂലി ട്രൂലി ഐ സേ ടു യു, ഏമൻ ഏമൻ ഐ സേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് സനാതനമായ സത്യങ്ങൾ യേശു പഠിപ്പിക്കുന്നു. യേശുവിന്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങൾ വിശ്വാസ സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് മരിക്കും, അവിടുന്ന് ഉയർക്കും, അവിടുന്ന് വീണ്ടും വരും. ഈ ഒരു വലിയ സത്യമാണ് യേശു ഈ സത്യസത്യമായി എന്നുള്ള പ്രയോഗത്തിലൂടെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഇത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് യേശു ഒരു ഉപമ ഇവരോട് പറയുന്നുണ്ട്. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുകയില്ല എന്നാണ് യേശു ഉപമിക്കുന്നത്. കർത്താവായ യേശുവിന്റെ മരണം തന്റെ ശിഷ്യഗണത്തിൽ വേദന ഉളവാക്കുമെങ്കിലും അവിടുത്തെ സ്വർഗാരോഹണവും പുനരാഗമനവും പരിശുദ്ധാത്മാവിലൂടെയുള്ള സഭയിലുള്ള തന്റെ വാസവും അവരിൽ ഒരിക്കലും വേദന ഉണ്ടാക്കുന്നില്ല, സന്തോഷം കൈമാറും എന്ന് യേശു പറയുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗത്ത്. അവിടെ സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തീയമായ സന്തോഷം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ അരൂപിയിലുള്ള ആ സന്തോഷം വിശ്വാസികൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആ സന്തോഷമാണ്. യേശു അത് മുന്നാസ്വാദനമായി അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങളുടെ ആ സന്തോഷം ആർക്കും ഒരിക്കലും നിങ്ങളിൽ എടുത്തു കളയുവാൻ കഴിയുകയില്ല. ക്രിസ്തീയമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ക്രൈസ്തവരായ നാം കർത്താവിൽ യേശുവിൽ സന്തോഷിക്കുന്നവരാണ്. യേശുവിലുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ നാം ഒരിക്കലും ഈ ലോകത്തിലുള്ള നമ്മുടെ വേദനകളോ പീഡനങ്ങളോ പ്രയാസങ്ങളോ ഒരു ദുഃഖത്തിന്റെ അവസ്ഥയായിട്ട് മാറുകയില്ല എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. കാരണം ഒന്നും ചോദിക്കേണ്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ തികവിന്റെ അവസ്ഥയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായ തികവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. അരൂപി വന്നു കഴിയുമ്പോൾ, സന്തോഷം കൊണ്ട് നാം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ആവശ്യമില്ല, നാം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഒന്നും നാം അവിടുത്തെ പക്കൽ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് തികവ് ഉണ്ടാവും എന്ന് യേശു പറയുകയാണ്. വീണ്ടും അവിടെ ആവർത്തിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക. പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നിടത്ത് നാം പ്രത്യേകമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിശ്വാസികളായ നാം പുത്രനിലൂടെ പിതാവിനോട് ചോദിക്കുന്നതാണ് പ്രാർത്ഥന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നതാണ് പ്രാർത്ഥന.
അതുകൊണ്ട് യേശു ഉറപ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം കേൾക്കും, പിതാവ് കേൾക്കും എന്നുള്ള ഉറപ്പ് യേശു ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് തരുന്നു. എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷം നാം പരിശോധിച്ച് വരുമ്പോൾ യേശു പലപ്പോഴും തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാനും പിതാവും ഒന്നാണ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം എന്ന് തുടങ്ങി എൻ്റെ പിതാവ് എന്നുള്ള ഒരു ആശയം വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുമ്പോൾ, ഉദ്ധാനത്തിന് ശേഷം എൻ്റെ പിതാവ് എന്നുള്ള ആശയം മാറി തന്റെ ശിഷ്യന്മാരുടെ പിതാവായിട്ട് പിതാവിനെ യേശു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ യേശുവിന്റെ ഉയർപ്പിന് ശേഷം മഗ്ദലന മറിയത്തോട് യേശു പറയുന്നുണ്ട്, നീ ചെന്ന് എൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും അടുക്കലേക്ക് കയറിയിട്ടില്ല. എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ് അതൊന്നാണ്. ഉയർപ്പോടുകൂടി കർത്താവായ യേശു തൻ്റെ പിതാവിനെ വിശ്വാസ സമൂഹവുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനിയും കർത്താവിൽ യേശു നമ്മുടെ സഹോദരനാണ്, പിതാവ് നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു ഇതാണ്. യേശുവിന്റെ പിതാവ് വിശ്വാസികളുടെ പിതാവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുക, എൻ്റെ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും. സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനത്തിലും വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വചനഭാഗത്തും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ചോദിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കും. അവിടെ പറയുന്നുണ്ട്, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും. വളരെ മനോഹരമായ യേശുവിന്റെ വചനങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗം. ഇപ്രകാരം ഇന്നത്തെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തില് തത്തുല്യമായി യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥന പിതാവാം ദൈവം കേട്ടു എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. യേശുവിലുള്ള സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ വരണമെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം കടന്നു വരണം. പ്രാർത്ഥനയിലൂടെ യേശുവിലൂടെ പിതാവിലേക്ക് നാം ചെന്നു കഴിയുമ്പോൾ അവിടെ നിന്നെല്ലാം നമുക്ക് തരും. നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നമുക്ക് തികവിന്റെ അനുഭവം ഉണ്ടാകും. നാം ഒന്നും അവിടത്തോട് വീണ്ടും ചോദിക്കേണ്ടി വരികയില്ല. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. പിതാവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് നാം ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദ്ധാരണം ചെയ്തതിനു ശേഷം പിതാവിനോട് യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള ആ വലിയ സന്ദേശം യേശു നമുക്ക് തരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വേദഭാഗം കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകലിന്റെ ഒരു അനുഭവവും അവിടുന്ന് പോയി കഴിഞ്ഞ് പരിശുദ്ധാത്മ വരദാനങ്ങളിലൂടെ ഈ സമൂഹത്തിൽ വീണ്ടും വസിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയും തരുന്ന വേദഭാഗമാണ്. ഹ്രസ്വമായ തന്റെ വേർപാട്, മരണം മൂലം കേവലം 3 ദിവസം മാത്രം ഭൗതികമായി ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഹ്രസ്വമായ യേശുവിന്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അല്പസമയം എന്നുകൊണ്ട് പരാമർശിക്കുക. വീണ്ടും അല്പസമയം എന്നുകൊണ്ട് പരാമർശിക്കുക. 3 ദിവസം കഴിഞ്ഞുള്ള അവിടുത്തെ ഉത്ഥാനവും അതിനുശേഷമുള്ള സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവ് വഴിയായിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ അടുക്കിലേക്കുള്ള തിരിച്ചുവരവുമാണ്. നമുക്ക് ഈ വേദഭാഗത്തിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടക്കാം. നമുക്ക് കർത്താവിനോടൊപ്പം, നമുക്ക് ഉദ്ധിതനായ യേശുവിനോടൊപ്പം പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് നിൽക്കാം. അവിടുത്തെ സന്തോഷം, അവിടെ നമുക്ക് തരുന്ന ആത്മീയമായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കുടികൊള്ളട്ടെ. യേശുവിന്റെ നാമത്തിൽ ചോദിച്ചു വാങ്ങുന്ന നമ്മുടെ ആവശ്യങ്ങൾ പിതാവാം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാം. അവിടെയാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥം. നമുക്കിപ്പോൾ കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ
അതിനുശേഷം കർത്താവിന്റെ വാഗ്ദാനമനുസരിച്ചുള്ള പരിശുദ്ധാത്മ ദാനമായ പരിശുദ്ധാത്മ ആവാസമായ പെന്തക്കോസ്തിക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ ഈ ഇന്നത്തെ സുവിശേഷത്തിലൂടെയുള്ള വാഗ്ദാനം നമ്മെ ഏറെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അങ്ങനെ അവിടുത്തെ തിരുവചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ഈ സ്വർഗാരോഹണവും പെന്തക്കോസ്തിയും നമുക്ക് നോക്കിപ്പാർക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.